നമസ്കാരം. ഇന്നലെ ബിഗ് ബോസ് കണ്ടായിരുന്നോ? ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു? വിഷു എപ്പിസോഡായിട്ട് ഡബിൾ എവിക്ഷനായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ എവിക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വിഷു ആയതുകൊണ്ട് തന്നെ എവിക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ അടിപൊളിയായിരുന്നു. ഇന്നലെ ജുബ്ബയും മുണ്ടൊക്കെ ഇട്ടായിരുന്നു ലാലേട്ടൻ്റെ എൻട്രി. അകത്ത് വന്നു. പിന്നെ അവരുടെ ഡാൻസ് പെർഫോമൊക്കെ ആസ്വദിച്ചു. ലാലേട്ടൻ ലാസ്റ്റ് ഇങ്ങനെ ആക്കുന്നുണ്ട്, അതൊക്കെ എന്തോ അടിപൊളിയായിരുന്നു. പിന്നെ ജിൻഡോയുടെ പെർഫോമൻസ് ഇന്നലെ അടിപൊളിയായിരുന്നു. ഡാൻസ് പെർഫോമൻസ് കൃഷ്ണനായിട്ടായിരുന്നു. ചുറ്റും രാധമാർ കളിക്കുന്നതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നത്തെ മെയിൻ ടോപ്പിക്ക് നമ്മുടെ ഗബ്രി ജാസ്മിൻ വിഷയം തന്നെയായിരുന്നു. കാരണം അവരുടെ സ്ട്രാറ്റജി എങ്ങനെയാണ്, കാരണം പുറത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ഫാമിലി മെമ്പേഴ്സിനായാലും കമ്മ്യൂണിറ്റിയിലായാലും നോർമലി നിറയെ പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവരുടെ പേഴ്സണൽ വീഡിയോസ് എല്ലാം ഇന്നലെ കാണിച്ചത്. കാരണം അവരുടെ റിലേഷൻഷിപ്പ്, കാരണം ജാസ്മിൻ നല്ലൊരു പ്ലെയറാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഈ ലവ് സ്ട്രാറ്റജിയിൽ കുടുങ്ങി കിടക്കാതെ നല്ല സ്ട്രോങ് ആയിട്ട് കളിച്ച് മുന്നോട്ട് വരണം എന്നൊരു തോട്ട് ബിഗ് ബോസിനും ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇന്നലെ രണ്ടുപേരും തകർന്നിട്ടുണ്ട്. മെയിനായിട്ട് ഗബ്രി ഭയങ്കരമായി തകർന്നിരിക്കുന്നതാണ് കാണുന്നത്, സംസാരിക്കാൻ പോലും പറ്റാണ്ട്. ജാസ്മിൻ പിന്നെയും ഒരു ബോൾഡായി, കാരണം നല്ലൊരു ആക്റ്റീവായ കുട്ടി തന്നെയാണ്. കാരണം അത്രയും വീഡിയോസ് ഇട്ടിട്ട്